തൃക്കടവൂരിൽ RSS CPM സംഘർഷാവസ്ഥ തുടരുന്നു. തൃക്കടവൂർ ക്ഷേത്രത്തിലെ കൊടിയേറ്റ് ദിവസം മുതൽ തുടങ്ങിയ വാക്കേറ്റം കഴിഞ്ഞ ദിവസം രാത്രിയിൽ സംഘർഷത്തിലേക്ക് നീങ്ങുകയായിരുന്നു. RSSകാർ ആക്രമിച്ചെന്ന് കാട്ടി CPM ബ്രാഞ്ച് സെക്രട്ടറിയും കുടുംബവും കൊല്ലം ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ്. എന്നാൽ അക്രമം കാട്ടിയ ശേഷം വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണെന്നാണ് RSSന്റെ ആരോപണം. CPM പള്ളിവേട്ടച്ചിറ ബ്രാഞ്ച് സെക്രട്ടറി പ്രസാദ്, ഭാര്യയും വാർഡ് കൗൺസിലറുമായ സിന്ധു, മക്കളായ യദു, റോഷൻ എന്നിവരാണ് ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്. കൗൺസിലറും കൂട്ടുകാരിയും കുടുംബവുമൊത്ത് കടവൂർ ക്ഷേത്രത്തിൽ ഗാനമേള കേട്ടുകൊണ്ട് നിൽക്കുമ്പോൾ ആയുധങ്ങളുമായി എത്തിയ RSS സംഘം പിറകിൽ നിന്ന് പ്രസാദിനെ അടിച്ചു വീഴ്ത്തുകയും തുടർന്ന് വളഞ്ഞിട്ട് ആക്രമിക്കുന്നതിനിടയിൽ തടസ്സം പിടിക്കാൻ ശ്രമിച്ച കൗൺസിലറെയും മക്കളെയും മർദ്ദിക്കുകയും ചെയ്തു. സംഭവം കണ്ട് ഓടിയെത്തിയ പ്രസാദിന്റെ പരിചയക്കാരെയും മർദ്ദിച്ചതായി CPM നേതൃത്വം ആരോപിക്കുന്നു. കടവൂർ ജയൻ വധക്കേസിൽ ജയന്റെ സുഹൃത്തു കൂടിയായ പ്രസാദ് പ്രോസിക്യൂഷന് സഹായം നൽകിയ വിരോധമാണ് ആക്രമണ കാരണം. ശിക്ഷ വിധിച്ച ദിവസം തന്നെ പ്രസാദിനെ അപായപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നു. പ്രസാദിനെ അടിച്ച ശേഷം അക്രമികൾ ആദ്യം ചെയ്തത് പോക്കറ്റിലിരുന്ന ഫോൺ കൈക്കലാക്കുകയായിരുന്നു. ഫോണിൽ കേസുമായി ബന്ധപ്പെട്ട ചില പ്രധാന വിവരങ്ങളുണ്ട്. ജയൻ വധക്കേസിൽ ശിക്ഷിക്കപ്പെട്ട് പരോളിലിറങ്ങിയ ചിലർ അക്രമികളെ സഹായിക്കാൻ സ്ഥലത്തുണ്ടായിരുന്നു. പരോൾ കാലത്ത് തൃക്കടവൂർ മേഖലയിൽ കയറാൻ പാടില്ലെന്ന വ്യവസ്ഥകൾ ലംഘിച്ചാണ് പ്രതികൾ ഉത്സവ സ്ഥലത്ത് എത്തിയത്. 2 വർഷം മുമ്പും മക്കളുമായി സ്കൂട്ടറിൽ ഉത്സവം കാണാനെത്തിയ പ്രസാദിന് നേരെ RSS ആക്രമണം ഉണ്ടായിരുന്നുവെന്നും CPM ആരോപിക്കുന്നു. ഇവിടുത്തെ യഥാർത്ഥത്തിൽ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒന്നാം ഉത്സവത്തിന് DYFI കൊടുത്ത വെള്ളവും ഈ ആംബുലൻസ് സർവീസും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയമാണ്. അതിൻ്റെ തൊട്ടടുത്ത ദിവസം വിളിച്ചു, സർവകക്ഷി യോഗം വിളിച്ചു. പക്ഷേ സർവകക്ഷി യോഗത്തിൽ പങ്കെടുത്തത് ഒരാൾ ഞാനാണ്. ഞാൻ അവിടെ കടവൂർ അമ്പലത്തിൽ RSSൻ്റെ ശാഖ നടക്കുന്നതും അവിടെ ദേവസ്വം ബോർഡും ഹൈക്കോടതിയും നിരോധിച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ഇത് ദേവസ്വം ബോർഡിൻ്റെ ഉദ്യോഗസ്ഥർ, അസിസ്റ്റന്റ് കമ്മീഷണറോ AO ഇവരാരും നിഷേധിച്ചില്ല. അതോടെ നമ്മുടെ അസിസ്റ്റന്റ് കമ്മീഷണർ, ഇവിടുത്തെ ACP പറഞ്ഞു ഇത് റിപ്പോർട്ട് കളക്ടർക്ക് കൊടുക്കണം എന്നുള്ളൊരു നിലപാട് അവിടെ എടുക്കുകയുണ്ടായി. ഇതൊക്കെയാണ് അവർക്ക് പ്രകോപനം ഉണ്ടാകാനുള്ള കാരണമായിട്ട് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഹസ്ബൻഡിനെ അടിക്കുകയുണ്ടായി. അതിനെ ചോദ്യം ചെയ്ത് എൻ്റെ ഹസ്ബൻഡിന്റെ കൂടെ നിന്നിരുന്ന സുഹൃത്ത് എന്താണ് നീ ചെയ്തത്, എന്തിനെ അടിച്ചേ എന്ന് ചോദിക്കുമ്പോഴാണ് ഞങ്ങൾ എൻ്റെ ഫ്രണ്ടും ഞാനും കൂടെ അപ്പുറത്തെ സൈഡിലിരുന്ന് ഗാനമേള കേൾക്കുമ്പോഴാണ് ഇത് കേൾക്കുന്നത്. ഞങ്ങൾ ഓടിച്ചെന്ന് നോക്കുമ്പോഴത്തേക്ക് എൻ്റെ ഹസ്ബൻഡിനെ അടിച്ചു കഴിഞ്ഞിരുന്നു. അപ്പോഴത്തേക്ക് കൂട്ടുകാരനെ പിടിച്ച് തള്ളാനുള്ള ഇതായി ഞാൻ ചെന്ന് ഹസ്ബൻഡിനെ കയറി പിടിക്കുകയുണ്ടായി. ഞാൻ പിടിക്കുന്ന സമയത്ത് എൻ്റെ മുടി ബാക്കിൽ നിന്ന് വലിച്ച്, അതായത് എന്നെ മാറ്റാൻ ശ്രമിക്കുകയായിരുന്നു. മാറ്റാൻ ശ്രമിച്ചതിന് ശേഷം എൻ്റെ ഹസ്ബൻഡിനെ അടിക്കാൻ മുള പോലൊരു സംഭവം അത് വെച്ച് എൻ്റെ ഹസ്ബൻഡിനെ അടിക്കാനായിട്ട് വന്നപ്പോൾ ഞാനാണ് തടഞ്ഞത്. അങ്ങനെയാണ് എൻ്റെ കൈക്ക് പൊട്ടലുണ്ടായിരിക്കുന്നത്. അതേസമയം ക്ഷേത്രത്തിലെ 7ാം ഉത്സവത്തിന്റെ ഭാഗമായി നടന്ന ഗാനമേള കണ്ടുകൊണ്ടിരുന്ന സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള ഭക്തജനങ്ങളുടെ ഇടയിലേക്ക് പ്രസാദ് ഓടിക്കയറുകയും ഇടുപ്പിൽ സൂക്ഷിച്ചിരുന്ന കത്തിയൂരി പരിപാടി കണ്ടുകൊണ്ട് നിന്ന യുവാക്കളെ ആഞ്ഞു കുത്താനും ശ്രമിക്കുകയായിരുന്നുവെന്നാണ് RSS നേതൃത്വം പറയുന്നത്. പ്രതിയെ കടവൂർ ജംഗ്ഷനിൽ വെച്ച ഭക്തജനങ്ങൾ തടഞ്ഞു നിർത്തി പോലീസിനെ ഏൽപ്പിച്ചുവെങ്കിലും അഞ്ചാലുമൂട് പോലീസ് രാഷ്ട്രീയ സ്വാധീനത്തിന് വഴങ്ങി ഇയാളെ വിട്ടയക്കുകയായിരുന്നുവെന്നും ഇതിനുശേഷം തൻ്റെ ഭാര്യയെ ആക്രമിച്ചെന്ന വ്യാജവാർത്ത പ്രചരിപ്പിക്കുകയാണ് ഇയാളെന്നും RSS നേതൃത്വം വ്യക്തമാക്കുന്നുണ്ട്. ഈ കരയിലെ ഒരു അംഗമായ നീരാവിൽ കരയിലെ ഒരു പ്രവർത്തകൻ, DYFIയുടെ പ്രവർത്തകൻ പ്രസാദ്, നമ്മളെ ഈ ക്ഷേത്രത്തിൻ്റെ 1ാം ഉത്സവം എന്ന് വെച്ചാൽ വിളക്കറിയിപ്പ് മുതൽ ഈ ക്ഷേത്രത്തിൻ്റെ ആചാരങ്ങളും ക്ഷേത്ര ഉത്സവവും എങ്ങനെ തകർക്കാം, എങ്ങനെ മുടക്കാം എന്നുള്ളൊരു ചിന്തയിലാണ് ഈ പ്രസാദ് ഇപ്പോൾ അവരുടെ കൂട്ടുകാരെന്ന് പറയുന്നത്. വേറെ ഒരു കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ക്ഷേത്രത്തിൻ്റെ ആചാരങ്ങളെ മുടക്കുകയോ ക്ഷേത്ര ആചാരത്തെ തള്ളിപ്പറയുകയോ ക്ഷേത്ര ആചാരം ചെയ്ത ആൾക്കാരുടെ പേരിൽ നിയമപരമായ നടപടികൾ സ്വീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ ക്ഷേത്ര സംരക്ഷണ സമിതി ഹിന്ദുക്കളായ ക്ഷേത്ര ആചാര സമിതികളുമായി ആലോചിച്ച് ബൃഹത്തായ സമര പരിപാടികൾ ഞങ്ങൾ ആസൂത്രണം ചെയ്യും. അത് മാത്രമാണ് ഇതിൽ പറയാനുള്ളത്. പ്രസാദ് ഉത്സവപ്പറമ്പിൽ വാളുമായി നിൽക്കുന്ന ദൃശ്യങ്ങളും RSS പുറത്തുവിട്ടിട്ടുണ്ട്. എന്നാൽ RSSകാർ തന്നെ ആക്രമിക്കാൻ കൊണ്ടുവന്ന വാളാണിതെന്നും ആക്രമിക്കുന്നതിനിടയിൽ അവരുടെ കയ്യിൽ നിന്നും പിടിച്ചു വാങ്ങിയതെന്നുമാണ് പ്രസാദിന്റെ വാദം. ന്യൂസ് ബ്യൂറോ, കൊല്ലം.